ഹലോ. ശ്രീ റോഷ്നി, ഇപ്പോൾ താങ്കൾ ഒരു മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു ലൈവ് വന്നിരുന്നു. ഇത് എന്ന് നടന്ന സംഭവമാണ്? എന്തുകൊണ്ട് ഇപ്പോൾ ഈ സംഭവം പുറത്തു വരാൻ കാരണം? പുറത്തു വരാൻ കാരണം ആക്ച്വലി ഇപ്പോൾ നടന്നൊരു ഇൻസിഡന്റിന്റെ ബേസിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അല്ലെങ്കിൽ ഞാനിത് ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇന്നലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇന്നലെ അല്ല ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ പുറത്തു വന്നത്. ഞാനതാണ് പറയുന്നത്. വ്യക്തിപരമായിട്ട് എനിക്ക് ഈ പറഞ്ഞ ന്യൂസ് കാര്യങ്ങളോടൊന്നും യാതൊരു അടുപ്പമോ ബന്ധവും ഇല്ല. ഞാൻ റെഗുലർ ആയിട്ട് ന്യൂസ് കാണുന്ന ആളോ അങ്ങനെ ഒരു മേഖലയുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ ഇത് ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടത്. ഈ ഫോട്ടോ കണ്ടതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇത് എന്താണ് പ്രശ്നം എന്ന് നോക്കുകയും ഈ വിഷയം ഞാൻ മനസ്സിലാക്കുകയും ചെയ്തത്. എനിക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ ഒരു വിഷയമാണെന്നുള്ളത്. ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ്. അതായത് ലാസ്റ്റ് അതായത് എനിക്കൊരു ബൊട്ടിക് സ്റ്റോർ ഉണ്ട് എറണാകുളത്ത്. ഞാൻ അതിന്റെ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ എന്റെ സഹോദരനെ എന്റെ കൂടെ സഹായത്തിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. സോ ഞാനപ്പം ആ സമയത്ത് പ്രതികരിക്കാൻ പോലും നമുക്ക് ഒരു സാവകാശം തരാത്ത രീതിയിലുള്ള ഷൗട്ടിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്. ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ആ പോസ്റ്റിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് പണി നടന്നിരുന്നത് കുന്നംകുളമാണോ, എനിക്ക് ആ ഒരു ഏരിയ എനിക്ക് കറക്റ്റ് അറിയില്ല. സ്ഥലം നമ്മുടെ അല്ലാത്തതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ അങ്ങനെ അറിയത്തില്ല. അപ്പൊ നമുക്ക് അത്രയും സ്പേസ് കുറവായിരുന്ന ഒരു ഇടത്ത് കൂടെ ആയിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തോണ്ടിരുന്നത്. ബസ് ഇതുപോലെ തന്നെ ആംബുലൻസ് വരുന്ന പോലെയാ വരുന്നത്. ഇങ്ങനെ എടുത്താ വരുന്നത്. അപ്പം എങ്ങനെ ബസ് ഓവർ സ്പീഡ് ആയിരുന്നു, അമിത വേഗത്തിലായിരുന്നു, നല്ല സ്പീഡ്. അതായത് ഈ തിരക്കിന്റെ ഉള്ളിലൂടെ അദ്ദേഹം എങ്ങനെ അത്രയും സ്കിൽഡ് ആയിരിക്കാം. എനിക്ക് പേടിയായി വരുന്നത് കണ്ടിട്ട്. ഞാനപ്പോ എന്താ പറയാ, സൈഡാക്കാൻ മാക്സിമം നോക്കിയെങ്കിൽ സൈഡിൽ റിബൺസ് ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് ഒട്ടും ഒതുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പറയാ, നമ്മുടെ വണ്ടി തട്ടിയില്ല എന്നുള്ളൊരു മട്ടിലാണ് ഇദ്ദേഹത്തിന്റെ വണ്ടി നമ്മളെ ക്രോസ് ചെയ്തു. ഒരുപാട് ഹോൺ അടിച്ചു എന്റെ പുറകെ. എനിക്ക് മൂവ് ചെയ്യാൻ ഒരു സൈഡ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും മൂവ് ചെയ്യും. എനിക്ക് KSRTC ഡ്രൈവർമാരോട് അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനങ്ങളോട് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്നവരോടൊന്നും പേഴ്സണൽ ഒരു ഗ്രഡ്ജും ഇല്ല. ഓക്കെ. ഞാൻ സൈഡാക്കി കൊടുക്കേണ്ട വണ്ടിയാണെങ്കിൽ ഞാൻ സൈഡാക്കി കൊടുക്കുക തന്നെ ചെയ്യും. ഇദ്ദേഹം വന്ന് കുറെ ഹോൺ അടിച്ചപ്പോ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കാം. ഞാൻ മാക്സിമം സൈഡാക്കി വണ്ടി തട്ടി. അപ്പൊ ഞാൻ തട്ടിയെന്ന് വിചാരിച്ച് ഞാൻ അയ്യോ എന്ന് പറഞ്ഞപ്പോഴത്തേനും വണ്ടിയിൽ ഇരിക്കുന്ന യാത്രക്കാരടക്കം താഴോട്ട് നോക്കി, തട്ടിയോ എന്നുള്ള രീതിയിൽ. വണ്ടി എന്നിട്ട് ഞാൻ അവിടെ നിർത്തുക ചെയ്തേ. അത് കഴിഞ്ഞിട്ടാണ് മൂവ് ചെയ്തെങ്കിൽ ഇദ്ദേഹത്തിന് അധിക ദൂരം സ്ലോ ആയതുകൊണ്ട് അധിക ദൂരം പോകാൻ പറ്റിയില്ല. ഇദ്ദേഹത്തിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഞാൻ പിന്നെയും ചെന്നു. അപ്പൊ എനിക്ക് തോന്നി ഇയാള് കുറെ എന്നെ ഹോൺ അടിച്ച് ശല്യം ചെയ്തതല്ലേ. അപ്പൊ എനിക്കും എന്തുകൊണ്ട്, അയാൾ സൂപ്പർ ഫാസ്റ്റ് ആണ്, ഞാനും എനിക്ക് പോകാൻ ധൃതിയുണ്ട്, അപ്പൊ എനിക്ക് ഹോൺ അടിക്കാലോ എന്ന് വിചാരിച്ച് ഞാനും തിരിച്ച് ഇതുപോലെ തന്നെ 2-3 ഹോൺ അടിച്ചു. 2-3 ഹോൺ അടിച്ചപ്പോഴത്തേനും ഇയാള് ഇച്ചിരി അങ്ങ് മുന്നോട്ട് പോയച്ചും ആ നടു റോട്ടിൽ വണ്ടി അങ്ങ് നിർത്തി. പുറകിലൊക്കെ വണ്ടികളുണ്ട്. ഇദ്ദേഹം ആ നടു റോട്ടിൽ വണ്ടി നിർത്തി ഇറങ്ങി വന്ന് ഷൗട്ട് ചെയ്യാണ് ചെയ്തത് എന്റെ അടുത്ത്. നീ എന്താടി എന്നുള്ള രീതിയിലാ ചോദിക്കുന്നത്. ഒരാളോട് ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. അതെ. അപ്പൊ എനിക്ക് അതിന് മറുപടി പറയാൻ പോലും വലിയ പോടി എന്ന് പറഞ്ഞിട്ട് നേരെ പോയി വണ്ടി കയറി പുള്ളി. വണ്ടി എന്റെ സഹോദരൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ല. എനിക്കപ്പം ഈ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. സോ ഞാൻ അങ്ങനെ ഒരു ചിന്തയിലും അല്ല ഇരിക്കുന്നത്. ഇന്ന് ഇത്ര സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരുന്ന വണ്ടി ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ നടുവിൽ നിർത്തി ഇറങ്ങി വന്ന് എന്റെ അടുത്ത് ഒച്ച ഉണ്ടാക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്കൊരു അനുഭവം ഇല്ല അങ്ങനെ. അത് ആരും ആയിക്കോട്ടെ, അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആൻഡ് ഓൾസോ ഞാൻ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് MVDയുടെ വണ്ടി ഇങ്ങനെ സൈഡാക്കാൻ പോകുന്നത് കാണുന്നത്, ആ പ്രദേശത്ത് തന്നെ. അപ്പൊ ഇവരുടെ വണ്ടി നമ്മുടെ ബാക്കിലാണ്. അവർക്ക് ആളുകളെ കയറ്റാൻ വേണ്ടി സൈഡാക്കിയപ്പോ നമ്മൾ കുറച്ച് മുന്നോട്ട് MVDയുടെ വണ്ടി കണ്ടത്. ഞാൻ അവിടെ സൈഡാക്കുകയും ഞാൻ അവിടെ ഉണ്ടായിരുന്ന MVDയോട് ഞാൻ കാര്യം പറയുകയും ചെയ്തു. MVD ഓട് ഞാൻ സംസാരിച്ച് നിൽക്കുന്നത് ഇദ്ദേഹം അകലേന്ന് വരുമ്പോ തന്നെ കണ്ടിരുന്നു, എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് കൈ ചൂണ്ടി ഇങ്ങനെ കാണിച്ച് സംസാരിക്കുന്നത്. ഇദ്ദേഹത്തെ MVD കൈ കാണിക്കുകയോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇയാളാണെന്ന് പറഞ്ഞ് കൈ കാണിച്ച് നിർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹം വേഗം വന്നിട്ട് സൈഡാക്കിയിട്ട് ഇയാളോട് ആരും അന്വേഷിച്ചിട്ടില്ല എന്തിന് ഇയാള് വരണം അവിടോട്ട്. ഇയാള് വണ്ടിയിൽ നിന്ന് പിന്നെയും ഇറങ്ങി വന്നു. അത്രയും യാത്രക്കാരുടെ
എല്ലാ വിലപ്പെട്ട സമയത്തെ അയാൾ മാനിക്കുന്നില്ല എന്നല്ല എന്റെ അർത്ഥം. അയാൾ എന്തിനാണ് എന്നെ ഒരു സ്ത്രീയായ എന്നോട് തർക്കിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വരുന്നത്? അപ്പൊ അയാൾ അത്രയും പ്രൊവോക്ഡ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും, അല്ലെങ്കിൽ ഒരു ഹോൺ അടിക്കുമ്പോഴും ഇത്ര പ്രൊവോക്ഡ് ആകുന്ന ഒരു വ്യക്തിയാണോ ഇങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട്? അപ്പം അവര് നമ്മളോട് ഇങ്ങനെയാണെങ്കിൽ അവര് സാധാരണപ്പെട്ട ബാക്കിയുള്ള ആളുകളോടൊക്കെ എങ്ങനെയായിരിക്കും? താനിപ്പോ MVD പരാതിപ്പെട്ടായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാം. ഞാൻ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ തിരക്ക് പിടിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വസ്തുത ചോദിക്കട്ടെ. ഞാനിപ്പോ പോയാൽ തന്നെ അവിടെ എന്ത് നടപടി ഉണ്ടാകാനാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? താങ്കൾക്ക് അറിയാലോ എന്താണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത്. സോ ഞാൻ അതിന്റെ പുറകെ നടക്കുന്നത്. എനിക്ക് അറിയ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിന്റെ പരാതി എഴുതി ഒപ്പിട്ട് പോരുക എന്നല്ലാതെ എനിക്ക് അതിൽ പ്രത്യേകിച്ച് എനിക്കൊരു സംതൃപ്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. അവിടെ നിന്ന് MVD ഉദ്യോഗസ്ഥർ യദുവിനോട് ചോദിക്കുകയോ ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരും ഹോൺ അടിച്ചു. അപ്പം വണ്ടിയിൽ ഇരിക്കുന്ന യാത്രക്കാർക്കും അതൊരു ക്ഷമകെട്ട പരിപാടിയായി. അവർക്കും ഇതിന് സംസാരിക്കണം, ഞങ്ങൾക്ക് പോണം എന്നുള്ള രീതിയിലായി അവര് പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ പോയി പരാതി പറഞ്ഞോളൂ, ഇവരും ഹോൺ അടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്ത്. അപ്പൊ ഞാൻ കണ്ടക്ടർ ചേട്ടൻ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ സത്യം പറ ചേട്ടാ. അപ്പൊ അയാൾക്ക് സംസാരിക്കാനേ ഇല്ല. അയാൾക്ക് എവിടെ നിക്കണോന്ന് അയാൾക്ക് മറുപടി പോലും ഇല്ല. അയാൾ ഇങ്ങനെ എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടോ അയാൾ പോലും സംസാരിക്കുന്നില്ല. അപ്പൊ ഇയാളുടെ ഭാഗത്ത് തെറ്റില്ലേ? സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും അതങ്ങനെ സോൾവ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. ആൻഡ് ഓൾസോ എനിക്ക് പോണം. ഇയാൾ ഇപ്പൊ ഞാൻ പരാതിയായിട്ട് പോയാലും ഇവര് ട്രിവാൻഡ്രത്ത് എത്തും. ഞാൻ എന്റെ വീട്ടിലെത്തുന്ന സമയം ലേറ്റ് ആവും. സോ ഞാൻ അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാതെ വിടുകയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ വണ്ടിയുടെ ഫോട്ടോ, എന്റെ വണ്ടിയുടെ ഫോട്ടോ അദ്ദേഹത്തിന്റെ ഫോണിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ, ഉണ്ടാകണം. ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത്. ഇദ്ദേഹം പോയി. ഇത് കഴിഞ്ഞിട്ടും എനിക്ക് ആ ഫ്രസ്ട്രേഷൻ മാറില്ല, എന്റെ മനസ്സിൽ കിടന്നു. ഞാൻ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഈ വീട്ടിൽ വരുന്നു. അദ്ദേഹം KSRTC ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എനിക്കത് മനസ്സിൽ നിന്ന് പോകുന്നില്ല, എനിക്കത് അവിടെ എവിടെയെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു വണ്ടിയുടെ ബാക്ക് സൈഡിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഇപ്പൊ 2-3 പ്രാവശ്യം എക്സ്പ്ലനേഷൻ വിളിപ്പിക്കുമ്പോൾ മനസ്സിലായിക്കോളും, പുള്ളി പിന്നെ അതങ്ങ് ആവർത്തിക്കാതിരുന്നോളും എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ വിളിക്കാൻ നോക്കിയെങ്കിൽ ഒരു 5 വട്ടം വിളിച്ചിട്ടും കോൾ അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് വിടുകയുണ്ട്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഈ സാധനം പോവാണ്ട് അതെ. ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് ഇന്നലെ ഞാൻ ആ ഫോട്ടോ കണ്ടത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കത്തില്ല ഈ പ്രശ്നം എന്താന്ന് പോലും ഞാൻ മനസ്സിലാക്കത്തില്ല. ഇയാളെ വളരെ ഇതായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഇത് ഇയാളാണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത്. ആൻഡ് ഓൾസോ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നതും ചർച്ചയായതുകൊണ്ടും എന്റെ ഈ വിഷയം പുറത്തു വന്നാൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാൻ ഈ പോസ്റ്റ്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഇടപെടിയാണ്. അതായത് താങ്കൾ പോസ്റ്റ് ഇട്ടു, FB ലൈവ് വന്നു. ആ സമയത്ത് നമ്മൾ മലയാളി വാർത്തയും യദുവിനെ ബന്ധപ്പെട്ടു. യദു പറഞ്ഞു വെച്ചാൽ പാർട്ടിക്കാരായ CPM ആണ്, താങ്കളും ഒരു പാർട്ടി അനുഭാവിയാണ്, അതുകൊണ്ട് പാർട്ടിക്കാർക്ക് എന്തും പറയാം. കാരണം ഈ സംഭവം നടന്ന മുതൽ CPM പാർട്ടിക്കാർ ആ യദുവിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നു. അതുകൊണ്ട് പാർട്ടിക്കാർ ഇറക്കിയ ഒരാള്. എന്റെ മറ്റൊരു ചോദ്യം, താങ്കൾ പാർട്ടി അനുഭാവിയാണോ? അല്ല. ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയോ ഞാൻ ഏതെങ്കിലും പാർട്ടിയിൽ പോവുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പ്രാവശ്യത്തെ വോട്ടറിൽ എവിടെയെങ്കിലും എന്റെ ഒരു വോട്ട് ചെയ്തിട്ടുണ്ടോന്നെങ്കിലും താങ്കളൊന്ന് അന്വേഷിച്ച് നോക്കൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഒരു പാർട്ടി അനുഭവിയാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്തില്ലേ? വോട്ട് രേഖപ്പെടുത്തണം തീർച്ചയായും. പക്ഷെ എന്റെ പേര് എവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് പേര് എവിടെ ഉണ്ടായില്ല. ഞാൻ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ പാർട്ടിയുടെ രീതിയിലായ ഒരു പോസ്റ്റുകളും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എവിടെയെങ്കിലും. താങ്കൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നോക്കാം. ഒരു രീതിയിലും, പ്രത്യേകിച്ചും ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആർക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് താങ്കൾ ഈ പോസ്റ്റ് ഇട്ടത്? നോ അങ്ങനെ എന്തിനാണ് ഞാൻ നോക്കുന്നത്? ഞാൻ ഈ പോസ്റ്റിന്റെ മുകളിൽ വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യമല്ല. ചിലപ്പോ മേയർ ആര്യ രാജേന്ദ്രന്റെ കേസ് അവിടെ കിടക്കുന്നുണ്ട്, അത് മിക്കവാറും പാർട്ടി രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ്, സാധാരണ ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് വേറെ ഒരു പദവിയുടെ ആവശ്യമില്ല. റോട്ടിൽ വളരെ മോശമായിട്ട് ഒരു സ്ത്രീയോട് പെരുമാറിയതിനെ പറ്റി മാത്രമാണ് ഇങ്ങനെ ഒരു വിഷയം. മേയർ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയുടെ പേരിലൊരു അധിക്ഷേപം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത് ഇത്രയും വിഷയമായത്. ഇപ്പോൾ ഞാനാണ് ആ സ്ഥാനത്ത് ഒരു പോസ്റ്റ് ഇട്ടെങ്കിൽ ആരെങ്കിലും അതിനെ മൈൻഡ് ചെയ്യും? നിങ്ങൾ ആരെങ്കിലും? ഇപ്പൊ ഈ വിഷയം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ പോലും വിളിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ താങ്കൾ ഈ പോസ്റ്റ് ഇട്ടത്
അതെ, അല്ലെങ്കിൽ ആരും അറിയില്ല ഇത്. അറിയില്ല. എനിക്ക് ഈ പറഞ്ഞ യദുവിനെ എനിക്ക് പേഴ്സണലി എന്തെങ്കിലും പരിചയമുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ യദുവിന്റെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഞാനും അയാളുമായിട്ട് എന്തെങ്കിലും മുൻകാല തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഞാൻ എന്തിന് ഈ പറഞ്ഞ വ്യക്തിയെ വെറുതെ കരിവാരിത്തേക്കണം? നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞാൻ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കപ്പെട്ട ആളാണോ നിങ്ങൾ അന്വേഷിച്ചോളൂ. എന്റെ ഹോൾ ഹിസ്റ്ററിയോ നിങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് അന്വേഷിച്ചോളൂ. എനിക്കൊരു നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരിക്കലും നമ്മുടെ വോയിസ് അസ്തമിക്കത്തില്ല. മനസ്സിലായോ? ഓക്കെ. നമ്മൾ ഞാൻ ഈ പറഞ്ഞ യദുവുമായിട്ട് ഓൺലൈൻ കോൺഫറൻസിൽ ഇരുന്നിരുന്നു കോളിൽ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾ ഓടിച്ച വാഹനമാണ്. അതിന് മറുപടി ഇല്ല. ഞാൻ ചോദിച്ചു താങ്കൾ എന്നെ ഓർക്കുന്നുണ്ടോ? എനിക്കത് പറയാൻ സമയമില്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറുപടികൾ. എന്നാണോ? ഇന്ന് മറ്റൊരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് എന്നെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, എനിക്കിപ്പോൾ സമയമില്ല. ഇതൊക്കെയാണ് മറുപടി. ഇതാണോ ഒരു ക്ലിയർ ആയിട്ടുള്ള മറുപടി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു ക്ലിയർ ആയിട്ട്? ഞാൻ എന്റെ കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നുള്ളൂ. അദ്ദേഹത്തിന് തിരിച്ച് മറുപടി പറഞ്ഞുകൂടാ? ഇതോട് ബന്ധപ്പെട്ട് ഇത് നമ്മുടെ എനിക്ക് ഓർമ്മയില്ല ആരാ എന്താ അത് പാർട്ടിക്കാർ ചെയ്യിപ്പിക്കാനായിരിക്കും എന്ത് പാർട്ടി? അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്ത് രീതിയിലാണ് അദ്ദേഹം ഞാനൊരു പാർട്ടിയിലുള്ള വ്യക്തിയാണെന്ന് പറയുന്നത്? ഞാൻ സംസാരിക്കുന്നത് വളരെ ക്ലിയർ ആണ്, ശരിയല്ലേ? അതെ. ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരുടെ പേര് ഇവിടെ പറഞ്ഞോ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചപ്പോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് നിങ്ങളോട് സംസാരിച്ചോ? ഒരിക്കലില്ല. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കാനറിയാം. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത് മുന്നോട്ട് വെക്കുന്നത്. എനിക്കിതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്റെ വിഷയം മാത്രമാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിന്റെ കേസല്ല എനിക്ക് സംസാരിക്കേണ്ടത്. എന്നോട് അയാള് പെരുമാറിയ ഒരു രീതിയുണ്ട്. ആ രീതിയെ പറ്റി മാത്രമാണ് എനിക്ക് സംസാരിക്കേണ്ടത്. അദ്ദേഹം അതിന് ക്ലിയർ ആയിട്ട് ഒരു മറുപടി അയാൾക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് അതാണോ അതിന്റെ ഒരു ക്ലിയർ മറുപടി? ഞാൻ ബസ്സിന്റെ ഫോട്ടോ അടക്കം ഇട്ടിട്ടുണ്ടല്ലോ.